തോളിലൊരു മഞ്ചൽ ബാഗും കയ്യിലൊരു ഗ്രാമഫോണും ചുണ്ടിലൊരു കത്തുന്ന സിഗരറ്റുമായി മലയാള സാഹിത്യത്തെ തൻ്റെ തമാശകൾ കൊണ്ട് വെറുപ്പിച്ച ഒരു മനുഷ്യൻ. വ്യാകരണ നിയമങ്ങളെ കാറ്റിൽ പറത്തി സാധാരണക്കാരൻ്റെ ഭാഷയിൽ സാഹിത്യം എഴുതിയ ഒരേയൊരു സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ, വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിതം ഏതൊരു സിനിമാ കഥയേക്കാളും ത്രില്ലിംഗ് ആയിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഗാന്ധിജിയെ തൊട്ടതിൻ്റെ പേരിൽ നാടുവിട്ട് ജയിലറകളെ പ്രണയക്കൂട്ടിലാക്കിയ ബഷീറിൻ്റെ ആരും പറയാത്ത ജീവിതകഥയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് ബഷീർ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് കായി അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. സഹോദരങ്ങൾ അബ്ദുൽ ഖാദർ, പാത്തുമ്മ, ഹനീഫ, അനുമ്മ, അബൂബക്കർ. ഭാര്യ ഫാബി ബഷീർ. ഫാത്തിമ ബീവി എന്നാണ് യഥാർത്ഥ പേര്. ബഷീർ അവരെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ഭാബി എന്നാണ്. യാത്രകളെല്ലാം അവസാനിപ്പിച്ച് തൻ്റെ 50ാമത്തെ വയസ്സിലാണ് ബഷീർ ഭാബിയെ വിവാഹം കഴിക്കുന്നത്. അനീഷ്, ഷാഹിന എന്നീ 2 മക്കളും അദ്ദേഹത്തിനുണ്ടായി. ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകം വായിച്ചവർക്ക് അദ്ദേഹത്തിൻ്റെ ഉമ്മയെയും സഹോദരങ്ങളായ പാത്തുമ്മയെയും അബ്ദുൽ ഖാദറിനെയുമൊക്കെ സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ പരിചയമുണ്ടാകും. കുട്ടിക്കാലത്ത് ഒരു ദിവസം സ്കൂളിൽ പഠിക്കുമ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് മഹാത്മാഗാന്ധി വരുന്നുണ്ടെന്ന് ബഷീർ അറിഞ്ഞു. ഗാന്ധിജിയെ ഒന്ന് കാണാൻ, ആ കൈകളിലൊന്ന് തൊടാൻ വേണ്ടി ആ 5ാം ക്ലാസ്സുകാരനായ ബഷീർ വീട്ടിൽ നിന്ന് ഒളിച്ചോടി വൈക്കത്തേക്ക് നടന്നു. ഗാന്ധിജിയെ കണ്ടു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാൽക്കൽ തൊട്ട് വണങ്ങാനും ബഷീറിന് സാധിച്ചു. ഈ ഒരു ആവശ്യം അദ്ദേഹത്തെ ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയാക്കി മാറ്റി. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായ ബഷീർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രവർത്തിച്ചതിനാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ബ്രിട്ടീഷ് പോലീസ് ബഷീറിനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചു. ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും ബഷീർ തളർന്നില്ല. ആ ജയിൽവാസമാണ് പിന്നീട് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പ്രണയ നോവലായ മതിലുകൾക്ക് കാരണമായത്. ജയിലിൻ്റെ മതിൽക്കെട്ടുകൾക്ക് അപ്പുറത്തു നിന്നും നാരായണി എന്ന പെൺകുട്ടി എറിഞ്ഞു നൽകിയ ഒരു കൊച്ചു റോസാപ്പൂവിലൂടെ ബഷീർ ജയിലിനുള്ളിലും പ്രണയത്തിൻ്റെ വസന്തം തീർത്തു. ഒടുവിൽ ജയിൽ മോചിതനായപ്പോൾ ആരാണ് എനിക്ക് സ്വാതന്ത്ര്യം തന്നത്, എനിക്ക് ഈ സ്വാതന്ത്ര്യം വേണ്ട എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. തുടർന്ന് നീണ്ട 9 വർഷക്കാലം ബഷീർ ഭാരതം മുഴുവൻ സഞ്ചരിച്ചു. പണമില്ലാതെ, സ്വന്തമായി ഒരു മേൽവിലാസമില്ലാതെ അദ്ദേഹം ഒരു നാടോടിയായി ജീവിച്ചു. ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാർക്കൊപ്പം കാവിമുണ്ടുടുത്ത് ഹിമാലയത്തിൽ കഴിഞ്ഞു. പിന്നീട് മുസ്ലിം സൂഫികൾക്കൊപ്പം താടി നീട്ടി ജീവിച്ചു. ജീവിക്കാൻ വേണ്ടി ഹോട്ടലുകളിൽ പാചകക്കാരനായി, അലക്കുകാരനായി, മാന്ത്രികൻ്റെ സഹായിയായി, പത്രപ്രവർത്തകനായി, അങ്ങനെ ചെയ്യാത്ത ജോലികളില്ല. ആഫ്രിക്കൻ കാടുകളിലും അറേബ്യൻ മരുഭൂമിയിലും വരെ അദ്ദേഹം എത്തിപ്പെട്ടു. ഈ യാത്രകളിൽ നിന്നും അദ്ദേഹം കണ്ടുമുട്ടിയ പച്ചയായ മനുഷ്യരാണ് പിന്നീട് മജീദും സുഹറയും ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമയും ഒക്കെയായി നമ്മുടെ മുന്നിലെത്തിയത്. യാത്രകൾക്കൊടുവിൽ കോഴിക്കോട്ടെ ബേപ്പൂരിൽ അദ്ദേഹം ഒരു വീട് വെച്ചു. അവിടെയുള്ള ഒരു മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിലിരുന്നാണ് അദ്ദേഹം ബാക്കി കഥകൾ മുഴുവൻ എഴുതിയത്. ജീവിതത്തിൻ്റെ അവസാന കാലം വരെ ബേപ്പൂരിലായിരുന്നതുകൊണ്ട് തന്നെ മലയാളികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ബേപ്പൂർ സുൽത്താൻ എന്നാണ്. ബഷീറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ അദ്ദേഹം മനുഷ്യരെ മാത്രമല്ല സ്നേഹിച്ചത്, തൻ്റെ വീട്ടുപറമ്പിലെ പാമ്പുകളെയും പഴുതാരകളെയും കാക്കകളെയും എലികളെയും വരെ അദ്ദേഹം സ്നേഹിച്ചു. ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ല, ഈ ജീവജാലങ്ങൾ കൂടിയാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെയായിരുന്നു പാത്തുമ്മയുടെ ആട് അദ്ദേഹത്തിൻ്റെ പുസ്തകം കടിച്ചു കീറി തിന്നിട്ടും അതിനെ അദ്ദേഹം സ്നേഹത്തോടെ നോക്കി ചിരിച്ചത്. 1994 ജൂലൈ 5 ആ സുൽത്താൻ തൻ്റെ മാങ്കോസ്റ്റിൻ മരച്ചുവട് ഉപേക്ഷിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. എങ്കിലും അദ്ദേഹം എഴുതി വെച്ച വരികളിലൂടെ ഇന്നും മലയാളികളുടെ മനസ്സിൽ ആ സുൽത്താൻ സിംഹാസനത്തിലിരിക്കുന്നു. എൻ്റെ ഉപ്പൂപ്പൊക്കെ ഒരു ആനുണ്ടാർന്ന് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചുണ്ടിൽ വിരിയുന്ന ആ ചിരി തന്നെയാണ് ബഷീർ നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം. കൂട്ടുകാരെ, ബഷീറിൻ്റെ കൃതികളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ്? അത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
ജയിൽ ജീവിതം, യാത്രകൾ, ദാരിദ്ര്യം, സൗഹൃദങ്ങൾ, സ്നേഹം, കുടുംബം ഇതെല്ലാം ബഷീറിൻ്റെ കഥകളായി മാറി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ വായിക്കുമ്പോൾ അത് കഥയല്ല, നമ്മുടെ സ്വന്തം ജീവിതമാണെന്ന് തോന്നുന്നത്. അദ്ദേഹം എഴുതിയത് വലിയ കൊട്ടാരങ്ങളുടെ കഥകളല്ല, നമ്മുടെ വീടുകളുടെയും ഗ്രാമങ്ങളുടെയും സാധാരണ മനുഷ്യരുടെയും കഥകളാണ്. ലളിതമായ ഭാഷ, ഹൃദയസ്പർശിയായ നർമ്മം, മനുഷ്യ സ്നേഹം ഇവയാണ് അദ്ദേഹത്തിൻ്റെ രചനകളുടെ ആത്മാവ്. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, പ്രേമലേഖനം, ശബ്ദങ്ങൾ, എൻ്റെ ഉപ്പൂപ്പൊക്കെ ഒരു ആനയുണ്ടായിരുന്നു തുടങ്ങി മലയാളികൾ ഇന്നും ഒരിക്കലും മറക്കാതെ കൊണ്ടു നടക്കുന്ന ചില കൃതികളാണ്. മലയാള സാഹിത്യത്തിനും സ്വാതന്ത്ര്യ സമരത്തിനും നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെ ആദരിക്കാനും അദ്ദേഹത്തിൻ്റെ മാനവിക സന്ദേശങ്ങൾ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാനുമാണ് ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മരണാദിനം നമ്മൾ ആചരിക്കുന്നത്. മഹാനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വസ്തുതകൾ ഒരിക്കൽ കൂടി. ജനനം 1908 ജനുവരി 21. ജന്മസ്ഥലം തലയോലപ്പറമ്പ്. അച്ഛൻ കായി അബ്ദുറഹ്മാൻ, അമ്മ കുഞ്ഞാത്തുമ്മ. വിശേഷണം ബേപ്പൂർ സുൽത്താൻ. പ്രധാന കൃതികൾ ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, പ്രേമലേഖനം. മരണം 1994 ജൂലൈ 5. കൂട്ടുകാരെ, ഒരു യഥാർത്ഥ എഴുത്തുകാരൻ പുസ്തകങ്ങൾ മാത്രം എഴുതുന്ന ആളല്ല, മനുഷ്യരുടെ മനസ്സിൽ സ്നേഹവും പ്രതീക്ഷയും വിതയ്ക്കുന്ന ആളാണ്. അങ്ങനെയൊരു മഹാനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കൂ. ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാൻ അവ നമ്മെ പഠിപ്പിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.